PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിനെതിരായ പ്രതിഷേധം CPI തുടരുകയാണ്. CPIഎമ്മിൽ നിന്നേറ്റ അപമാനത്തിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് പാർട്ടിയിലൊരു പൊതുവികാരമുണ്ട്. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ CPI മുഖപത്രം ജനയുഗം ഇന്നും രംഗത്ത് വന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പൊടുന്നനെയുള്ള ചുവടുമാറ്റം LDFന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ് എന്ന വിമർശനം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ CPIക്ക് വല്ലാത്തൊരു അപമാനമേറ്റു എന്നൊരു ധാരണ പരക്കുകയാണ് നേതാക്കന്മാരിലും പ്രവർത്തകരിലും. മാത്രമല്ല, മന്ത്രി ശിവൻകുട്ടി മന്ത്രിസഭയിൽ മൗനം പാലിച്ചതും അവർ ചർച്ച ചെയ്യുന്നു. കാരണം ഇതിൽ ഒപ്പിടരുത് എന്ന് മന്ത്രി രാജൻ പറയുമ്പോഴും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നതും അവരെ വല്ലാതെ പ്രതിരോധത്തിലാക്കി. പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ഈ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഏകപക്ഷീയമായി ഒപ്പിട്ട നടപടിയെ വലിയ അഭിമാനക്ഷതമായാണ് CPI കാണുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണമെന്ന വികാരമാണ് പാർട്ടിക്കകത്ത് ശക്തമായി തന്നെ ഉള്ളത്. ഇന്നലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമ്മർദ്ദം ഉയർത്തിയിട്ടും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഉള്ള സമീപനം CPIഎമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് CPI നേതാക്കളുടെ വിലയിരുത്തൽ. അത് മാത്രമല്ല, ഈ കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെയാണ് CPIഎമ്മിൻ്റെ മുന്നോട്ട് പോക്കെന്നും CPI വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ തീരുമാനങ്ങൾക്കും കൈയടിച്ചു കൊടുക്കാൻ തങ്ങൾക്കില്ല. വെറുതെ കൈയടിച്ചു പോകാവുന്ന കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് കടുത്ത നടപടി തന്നെ വേണം എന്നുള്ള തീരുമാനമാണ് CPIയുടെ നേതൃനിരയിലുള്ളത്. അത് തിങ്കളാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനിക്കും. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറം കടന്നുള്ള നടപടികളിലേക്ക് CPI കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്രയും ശക്തമായ സമ്മർദ്ദം ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ ഉയർന്നിട്ടും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ സമവായത്തിൻ്റെയോ ഒരു ശൈലി CPIഎം സ്വീകരിക്കുന്നില്ല എന്നതാണ് CPI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന ഭൂരിപക്ഷ അഭിപ്രായം പാർട്ടിക്കകത്തുള്ള സാഹചര്യത്തിൽ മുന്നണി വിടണമെന്ന അടക്കമുള്ള ആലോചനകളുണ്ട്. എങ്കിലും LDFിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടുള്ള ഒരു നടപടിക്കും CPI ഇല്ല. LDFിനകത്ത് നിന്ന് ഈ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യണം എന്ന വികാരമാണ് CPIക്കകത്ത് ഉള്ളത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ശക്തമായ നീക്കവുമായി CPI മുന്നോട്ട് പോകുന്നു. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് എന്തെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി കൂടി വന്ന് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് CPI അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ CPIയുടെ കത്തിന് മറുപടി ലഭിക്കാത്ത പക്ഷം മന്ത്രിമാരെ രാജിവെപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് CPI പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. SK. താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.